കൊല്ലം സുധിയുടെ ഭാര്യ രേണുവുമായിട്ടുള്ള വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ നിറയാൻ തുടങ്ങിയിട്ട് കുറേയധികം നാളുകളായി. എന്നാൽ പുതിയൊരു അഭിമുഖം ഏതാനും മണിക്കൂറുകൾക്ക് മുൻപ് ഒരു മാധ്യമം പുറത്തുവിട്ടിട്ടുണ്ട്. ആ അഭിമുഖത്തിൽ പറയുന്നതനുസരിച്ച് സുധിയുടെ ഭാര്യ രേണുവും സുധിയും കൂടി പറഞ്ഞതെല്ലാം തന്നെ പച്ചക്കള്ളമാണെന്നും സുധിയുടെ രണ്ടാം ഭാര്യയല്ല രേണുവെന്നും മൂന്നാം ഭാര്യയാണ് രേണുവെന്നുമാണ് പറയുന്നത്. രണ്ടാം ഭാര്യ എന്ന് അവകാശപ്പെടുന്ന ഒരു വ്യക്തിയുടെ വോയിസ് കോളും അതുപോലെ ശബ്ദ സന്ദേശവുമാണ് പുറത്തു വന്നിരിക്കുന്നത്. എനിക്ക് പുറത്തു വരാൻ പ്രയാസമാണെന്നുള്ള രീതിയിൽ തന്നെയാണ് ഇത് പുറത്തു വന്നിരിക്കുന്നത്. എന്നാൽ സുധിയും രേണുവും പറഞ്ഞത് പച്ചക്കള്ളമാണെന്ന് എനിക്ക് പറയാൻ സാധിക്കുമെന്നാണ് ഈ അഭിമുഖത്തിനിടയിൽ തന്നെ വന്ന് പറയുന്നത്. 2013 കല്യാണം നടന്നത്. കൊല്ലത്തെ ക്ഷേത്രത്തിൽ വെച്ചാണ് കല്യാണം നടന്നതെന്ന് പറയുന്നു. ഞങ്ങൾ തമ്മിൽ പ്രേമമൊന്നുമില്ലായിരുന്നു. ബോറായി സംസാരിക്കുന്നവർ ഉണ്ടായിരുന്നു. ചേട്ടാ എല്ലാവരും ഇങ്ങനെ ഓരോന്ന് പറയും. നമുക്ക് കല്യാണം കഴിച്ചുകൂടെയെന്ന് ഞാൻ തന്നെയാണ് ചോദിച്ചത്. അന്ന് പുള്ളിക്കൊരു മകനുണ്ട്. അവിടെ തന്നെ ഒരു സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. കല്യാണം കഴിച്ചു നേരെ വീട്ടിലേക്ക് കൊണ്ടുപോയി. റിസപ്ഷനും കാര്യങ്ങളുമൊക്കെ ഉണ്ടായിരുന്നു. അച്ഛനും അമ്മയും ചേട്ടനും ചേട്ടത്തിയും വീട്ടിൽ വന്ന് കല്യാണം ആലോചിച്ചു. ഇവൾ കൊച്ചാണ്, എന്തിൻ്റെ ജീവിതം തുലയ്ക്കണമെന്നാണ് ആ ഫാമിലിയുള്ളവർ എൻ്റെ അമ്മയോട് പറഞ്ഞത്. കൊല്ലം സുധിയുടെ ആദ്യ ഭാര്യ ശാലിനിയും ഞാനും നല്ല കമ്പനിയാണ്, വിളിക്കാറുണ്ട്. അവർ ഈ മകനെ ഉപേക്ഷിച്ചു ഉപദ്രവിച്ചു എന്നൊക്കെ പറയുന്നത് വെറുതെയാണ്. സുധിച്ചേട്ടനും രേണുവും ചാനൽ വന്ന് പറഞ്ഞ കാര്യങ്ങളും കള്ളത്തരമാണ്. സുധിച്ചേട്ടനുമായി ഞാൻ വഴക്കുണ്ടാക്കിയത് ജീവിതത്തിലെ പ്രശ്നങ്ങൾ കൊണ്ടല്ല. അന്ന് ഗൂഗിൾ പേ ഒന്നുമില്ല. ഈ ശാലിനിക്ക് ഒരുപാട് പൈസ ബാങ്ക് വഴി ട്രാൻസ്ഫർ ചെയ്യും. അന്ന് ഗൂഗിൾ പേ ഇല്ല. ഈ ബില്ല് ഞാൻ കാണുമ്പോഴാണ് ഏറ്റവും കൂടുതൽ തവണ വഴക്കുണ്ടാക്കുന്നത്. ഡിവോഴ്സ് കഴിഞ്ഞിട്ടും കാശ് എന്തിനാണെന്നാണ് അവൾ കൊടുക്കുന്നതെന്നും ചോദിച്ച് വഴക്കിട്ടു. എൻ്റെ രണ്ടാം വിവാഹം കഴിഞ്ഞ് ഗർഭിണിയായിരുന്ന സമയത്ത് ശാലിനി എന്നെ വിളിച്ചിരുന്നു. നീ എപ്പിസോഡുകളൊക്കെ കാണുന്നില്ലേ എന്നാണ് നാണം കെടുത്തിക്കൊണ്ടിരിക്കുന്നതെന്നും പറയുന്നു. ആ സമയത്ത് അവർക്ക് 3-4 വയസ്സുള്ളൊരു മോനുണ്ട്. പറയുന്നവർ എന്തെങ്കിലുമൊക്കെ പറഞ്ഞോട്ടെ, നീ മോനെ നോക്കി ജീവിക്കാൻ ഞാൻ പറഞ്ഞു. എന്നെ കാണണമെന്ന് പറഞ്ഞിരുന്നു. അടുത്ത മാസം പൊങ്കാല കഴിഞ്ഞ് ഞാൻ വീട്ടിലേക്ക് വരും. അപ്പോൾ നീ വന്ന് കാണുമെന്നാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ ഞാൻ ഫോൺ വെച്ചു. ഇതായിരുന്നു ഉണ്ട് സംഭവമെന്നാണ് ഈ വോയിസ് റെക്കോർഡിൽ തന്നെ പറയുന്നത്. വ്യക്തമാക്കുന്ന കാര്യങ്ങളും ഇതുതന്നെയാണ്. സോഷ്യൽ മീഡിയയിലടക്കം ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട് എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കുന്നുണ്ട്. അടുത്ത മാസം എൻ്റെ ഫ്രണ്ട് ഗൾഫിൽ നിന്ന് വിളിച്ചാണ് മരിച്ചതറിയിക്കുന്നത്. ഞാൻ ഗ്രൂപ്പുകളൊക്കെ ഡിലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സുധിച്ചേട്ടൻ ചാനൽ വന്ന് പറഞ്ഞ് 99% കാര്യങ്ങളും കള്ളമാണ്. ശാലിനി മകന് വേണ്ടി ഒന്നും ചെയ്യാതിരുന്നിട്ടില്ല. പുസ്തകങ്ങളും ഡ്രസ്സുകളുമെല്ലാം വാങ്ങിക്കൊടുക്കാറുണ്ട്. ചുമ്മാ കെട്ടുകഥകൾ പറഞ്ഞുണ്ടാക്കിയതാണ്. കുട്ടിയെയും കൊണ്ടാണ് അവർ ആദ്യം പോയത്. കേസ് കൊടുത്ത് കുട്ടിയെ തിരിച്ചു മേടിച്ചതാണെന്നാണ് സ്ത്രീ പറയുന്നത്. തൻ്റെയും കൊല്ലം സുധിയുടെയും വിവാഹബന്ധം തകരാൻ കാരണം രേണുവാണെന്ന് ഇവർ ആരോപിക്കുന്നുണ്ട്. രേണുവിൻ്റെ മെസ്സേജുകൾ ഫോണിൽ കാണാനിടയായി. സുധിച്ചേട്ടൻ മദ്യത്തിന് അടിമയായിരുന്നു. താനുമായി സുധിച്ചേട്ടൻ കല്യാണം കഴിച്ചതാണെന്ന് അറിയാമായിരുന്നു. വൾഗറായ മെസ്സേജുകൾ കണ്ടപ്പോഴാണ് ഞങ്ങൾ പിരിയുന്നത്. തൻ്റെ വീട്ടിൽ നിന്നും കൊല്ലം സുധിയെ ഇറക്കി വിടുകയായിരുന്നു എന്നുവരെ ഇവർ വോയിസ് റെക്കോർഡിൽ പറയുന്നുണ്ട്. ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്നറിയില്ല. എന്നാൽ ഒരു മാധ്യമം റിപ്പോർട്ട് പ്രകാരം തന്നെയാണ് ഇതിപ്പോൾ പറയുന്നത്. ഒരു ശരിക്കും പറഞ്ഞാൽ അഭിമുഖത്തിൽ വന്ന് ഇങ്ങനെയൊക്കെ തുറന്നു പറയുമെങ്കിൽ എന്തെങ്കിലുമൊക്കെ സത്യമുണ്ടാകിടെ എന്ന് ചോദിക്കുന്നവർ ഒരുപാട് പേരുണ്ട്. എന്നാൽ ഇതിന് പിന്നാലെ നടക്കുന്നത് എന്തൊക്കെയാണെന്ന് അറിഞ്ഞേ മതിയാകൂ എന്നാണ് ആരാധകർ പറയുന്നത്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.